വെൽക്കം ബാക്ക് മൈ ചാനൽ സിഫോടെക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു കാർഡ് ട്രിക്കായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസി ആയി നമുക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. ആ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ട്സ് ഇതൊക്കെ ഒന്ന് ഷഫിൾ ചെയ്യാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് രണ്ട് കാർഡ്സ് ഞാൻ ചൂസ് ചെയ്യാണ്. ഫസ്റ്റത്തെ കാർഡ് ഞാൻ ചൂസ് ചെയ്തു, സെക്കൻഡ് കാർഡ് ഞാൻ ചൂസ് ചെയ്യാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ രണ്ട് കാർഡ്സ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് ആ രണ്ട് കാർഡ്സ്. ഇനി ഫ്രണ്ട്സ് ഞാൻ കാർഡ്സ് ഇനി ഫ്രണ്ട്സ് ഞാൻ ഇതിന് കുറച്ച് എനിക്ക് ഇഷ്ടമുള്ള ഈ കാർഡ്സിന് എവിടെ നിന്നാണ് ഞാൻ ഇഷ്ടമുള്ള കുറച്ച് കാർഡ്സ് ഞാൻ ഇവിടേക്കാണ് ഇഷ്ടമുള്ള കാർഡ്സൊക്കെ ഞാൻ വയ്ക്കാണ്. ഇവിടെ റാൻഡമായി വെക്കാനാണ് ഞാൻ ഇഷ്ടമുള്ള കാർഡ്സ് വയ്ക്കുന്നത്. ഷഫിൾ ചെയ്തിട്ടൊന്നും വയ്ക്കാം. കാർഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാർഡ്സ് ഞാൻ നീക്കിയിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയ്ക്ക് ഈ രണ്ടും കാർഡ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ 2 പൈൽസ് ആക്കി മാറ്റാണ്. 2 പൈലാക്കി വയ്ക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇതാ 2 പൈൽസാക്കി കാർഡ്സ് വെച്ചേക്കാണ്. ഞാൻ സ്നാപ്പ് ചെയ്യാണ് ഫ്രണ്ട്സ്. ഇനി ഈ 2 പൈൽസ് കാർഡ്സിൻ്റെ ഫസ്റ്റത്തെ കാർഡ്സ് ഒന്ന് നോക്കുകയാണ് ഫ്രണ്ട്സ്. ഏസ് ആണ് സ്പേർഡാണ് ഫ്രണ്ട്സ് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ നമ്മൾ 2 പൈൽസാക്കി വെച്ചതിൽ ആദ്യത്തിൽ നോക്കുമ്പോൾ ഏസ് ഓഫ് സ്പേർഡ്. രണ്ടാമത്തെ നോക്കാം ഫ്രണ്ട്സ്. രണ്ടാമത്തത് ക്വീൻ ഓഫ് ഡയമണ്ട്സ് ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് ഡയമണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഞാൻ ഈ 2 കാർഡ്സ് നോക്കാണ് ഫ്രണ്ട്സ്. നമുക്ക് ഫ്രണ്ട്സ് ഇത് ക്വീൻ ഓഫ് ഡയമണ്ട്സും ക്വീൻ ഓഫ് ഹാർട്ട്സ് അതുപോലെ ഏസ് ഓഫ് ക്ലബ്സ് ഫ്രണ്ട്സ് സോൾമേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നെ ട്രിക്കിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഇനി നോക്കാം. അവരെന്നെ കാർഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട്സ് ഇത് ഷഫിൾ ചെയ്യണം ഫ്രണ്ട്സ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിയൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടൊക്കെ ഷഫിൾ ചെയ്യാനാണ്. ഞാൻ തന്നെയാണ് ഇവിടെ ഷഫിൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഞാൻ നന്നാണ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ് നമുക്ക് ഇതിന് 2 കാർഡ്സ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കാർഡ്സ് ചൂസ് ചെയ്യുന്ന മുമ്പ് ആദ്യം തന്നെ ടോപ്പിലത്തെ 2 കാർഡ്സ് ഇവിടുത്തെ 2 കാർഡ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് മെയിനായിട്ട് ഞാൻ ഇങ്ങനെ നോക്കണത് 2 കാർഡ്സ് നോക്കാൻ ഞാൻ ചൂസ് ചെയ്യുന്നതാണ്. ഞാൻ നോക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ടോപ്പിലത്തെ 2 കാർഡ്സ് നോക്കാണ്. ടോപ്പിലത്തെ 2 കാർഡ്സ് നോക്കുമ്പോൾ 5 ഓഫ് സ്പേർഡും 10 ഓഫ് ഹാർട്ട്സ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഞാൻ ഇതിൻ്റെ സോൾമേറ്റ് നോക്കും. അപ്പോൾ ഫ്രണ്ട്സ് 5 ഓഫ് സ്പേർഡിൻ്റെ സോൾമേറ്റ് എന്ന് പറയുന്നത് 5 ഓഫ് ക്ലബ്സ് ആണ്. അതേപോലത്തെ 10 ഓഫ് ഹാർട്ട്സിൻ്റെ സോൾമേറ്റ് എന്ന് പറയുന്നത് 10 ഓഫ് ഡയമണ്ട്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അത് നോക്കും. ഓക്കെ, ഞാൻ 5 ഓഫ് ക്ലബ്സ് എടുത്തു. അതുകൊണ്ട് ഞാൻ ആദ്യം സെലക്ഷൻ തന്നെ ചെയ്ത് വയ്ക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഫ്രണ്ട്സ് ഇനി 10 ഓഫ് ഡയമണ്ട്സ് നോക്കണം. ഫ്രണ്ട്സ് 10 ഓഫ് ഡയമണ്ട്സ് സെക്കൻഡ് സെലക്ഷൻ ഫ്രണ്ട്സ്. 10 ഓഫ് ഡയമണ്ട്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് സെലക്ഷൻ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഫ്രണ്ട്സ് നമ്മൾ പറയണം നമ്മൾ റാൻഡം നമ്പർ ഓഫ് കാർഡ്സ് ആണ് ഇവിടെ വയ്ക്കാൻ പോകണമെന്ന് പറയണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ടോപ്പിലത്തെ 2 അല്ലെങ്കിൽ 3 കാർഡ്സ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ വയ്ക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് 5 ഓഫ് സ്പേർഡും 10 ഓഫ് ഹാർട്ട്സും ആദ്യം തന്നെ ഇവിടെ വയ്ക്കാം. പിന്നെ 2-3 കാർഡ്സ് വെച്ചിട്ട് പിന്നെ റാൻഡം ആയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഇഷ്ടമുള്ള കാർഡ്സ് നമുക്ക് ഇതിൽ നിന്ന് വയ്ക്കുകയാണ്. ഫ്രണ്ട്സ്
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റാൻഡം കാർഡ്സ് വയ്ക്കുമ്പോൾ ആദ്യത്തെ 2 3 കാർഡ്സ് ആദ്യത്തെ നമ്മൾ ഈ 5 ഓഫ് സ്പേർഡും 10 ഓഫ് കാർഡ്സും നമ്മൾ വെക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് റാൻഡമായിട്ട് ചെയ്യാൻ ഷഫിൾ ചെയ്തിട്ട് ചെയ്യാനാണ്. ഷഫിൾ ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഞാൻ ചെയ്തു. ഈ ഡെക്ക് കാർഡ്സ് മാറ്റി വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇനി ഇതിനെ 2 പൈൽസ് ആക്കി മാറ്റാമെന്ന് പറയണം. 2 പൈൽസ് ആക്കിയിട്ട് ഫ്രണ്ട് എന്താ ഇങ്ങനെ 2 പൈൽസ് ആക്കി വെക്കുകയാണ്. അപ്പോൾ 2 പൈൽസ് ആക്കിയാണ് ഞാൻ വയ്ക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ 2 പൈൽസ് ആക്കി വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ് 2 പൈൽസ് ആക്കി വെക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിലത്തെ 2 കാർഡ്സ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത 10 ഓഫ് ഹാർട്സും 5 ഓഫ് സ്പേർഡ് ആയിരിക്കും. അതിന് ഫ്രണ്ട്സ് നമുക്ക് സ്നാപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഈ കാർഡ്സ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ വരും. അപ്പോൾ 10 ഓഫ് ഹാർട്സും 10 ഓഫ് ഡയമണ്ട്സും വരുന്നതായിരിക്കും. ഇത് 5 ഓഫ് ക്ലബ്സും 5 ഓഫ് സ്പേർഡും വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രിക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെയ്ക്ക് ബൈ.